Asik margam mandone hi kare kamudagi
അയോധ്യയിൽ സുഖമായിട്ട് വസിക്കുന്ന സമയത്ത് ഭരതൻ കേകയത്ത് പോയി ദശരഥൻ യുവരാജാവായിട്ട് അഭിഷേകം ചെയ്യാൻ രാമനെ തീരുമാനിച്ചു. കൈകേയി പണ്ട് തന്ന 2 വരം മന്ധരയുടെ പ്രേരണ നിമിത്തം കൈകേയി ചോദിച്ചു വാങ്ങി. രാമനെ കാട്ടിലേക്ക് അയക്കണം, ഭരതനെ രാജാവാക്കണം. അപ്പ തുടങ്ങിയതാണ് ആ അവസാന കാലത്ത് ദശരഥന്റെ ശാപം. ഋഷിയുടെ ശാപം. പുത്രദുഃഖത്താൽ നീയും മരിക്കട്ടെ. ദുഃഖം അവിടെ ആരംഭിച്ചു. കുട്ടിക്കരഞ്ഞുകൊണ്ട് ദശരഥൻ രാമനെ യാത്രയാക്കി. സീതി പിന്നാലെ പോയി ലക്ഷ്മണനും. അങ്ങനെ ഗംഗ തരണം ചെയ്ത് കാട്ടിൽ ചെന്ന നിരവധി അസുരന്മാരെ, ഖരൻ, ദൂഷണൻ, അങ്ങനെ തുടങ്ങിയ അനവധി അസുരന്മാരെ നിഗ്രഹിച്ചു. ഋഷിവര്യന്മാരെ കണ്ട് അനുഗ്രഹം വാങ്ങി. ഭരതൻ അച്ഛൻ മരിച്ച വർത്തമാനം പറഞ്ഞറിഞ്ഞ് പിതൃകർമ്മങ്ങളൊക്കെ ചെയ്തു. മെതിയടി ഭരതനെ ആശ്രയമായിട്ട് കൊടുത്ത് ഭരണം നടത്താൻ പറഞ്ഞു. പിന്നെ പഞ്ചവടിയിൽ സുഖമായിട്ട് താമസിക്കുന്ന സമയത്ത് ശൂർപ്പണഖം എന്ന കാമപാരവശ്യം പ്രകടിപ്പിച്ചപ്പോ ലക്ഷ്മണനിലേക്ക് പറഞ്ഞയച്ചു. ലക്ഷ്മണൻ അവളെ വികൃതയാക്കി. ആ വികൃതയായ അവളെ രാവണന്റെ അടുത്ത് ചെന്ന് രാവണൻ മാരീചനെ മാനാക്കി വിട്ട് രാമനെ ലക്ഷ്മണനെ സീതയിൽ നിന്ന് അകറ്റി സന്യാസി വേഷം സ്വീകരിച്ച് സീതയെ അപഹരിച്ചു കൊണ്ടുപോകുമ്പോ പുഷ്പവിമാനത്തിൽ കൊണ്ടുപോകുമ്പോ ജടായു തടുത്തു. ജടായുവിനെ മൃതപ്രായനാക്കിയിട്ട് കാട്ടിലേക്ക് ഇട്ട് രാവണൻ സീതയും കൊണ്ട് അപഹരിച്ചു പോയി. സീതയെ കാണാൻ ദുഃഖിച്ചു കാട്ടിലൂടെ കരഞ്ഞുകൊണ്ട് നടക്കുന്ന രാമലക്ഷ്മണന്മാർ ജടായുവിനെ കണ്ടു. രാമന്റെ മടിയിൽ കിടന്നുകൊണ്ട് സ്വർഗത്തിലേക്ക് പോയി ജടായു. അങ്ങനെ പിന്നീട് ഹനുമാൻ സ്വാമിയായിട്ട് പമ്പാതീരത്ത് വെച്ച് കണ്ടുമുട്ടുന്നത്. പിന്നെ സുഗ്രീവനുമായിട്ട് സഖ്യം. അങ്ങനെ ഭാര്യയെ ഒളിയമ്പ് ചെയ്ത് കൊന്നു. മഴക്കാലം മുഴുവൻ സീതാവിരഹ ദുഃഖത്തിലിരുന്ന് വേനൽക്കാലമായപ്പോ കൊഞ്ഞന്മാരുടെ സൈന്യത്തെ 4 ദിക്കിലേക്കും സീതാന്വേഷണത്തിന് പറഞ്ഞയച്ച് തെക്കോട്ട് പോയ ഹനുമാൻ സ്വാമി സമ്പാദി പറഞ്ഞ് തന്റെ ശക്തി തിരിച്ചറിഞ്ഞ് 100 യോജന ചാടിക്കടന്ന് അശോകവനിയിലേക്ക് ഇരിക്കുന്ന സീതാദേവിയെ കണ്ട് ബ്രഹ്മാസ്ത്രത്തിൽ ബന്ധിതനായിട്ട് രാവണനെ കണ്ടു. അങ്ങനെ വാല്യ ചുറ്റിയ തീയ കത്തിച്ചുകൊണ്ട് ലങ്കയുടെ ശ്രീയെ മുഴുവൻ കത്തിച്ച് ചാമ്പലാക്കി സീതാദേവി തന്ന ചൂടാരത്നം കണ്ടു സീതയെ എന്ന് പറഞ്ഞിട്ട് കൊടുത്തു രാമന്റെ കയ്യിൽ. എത്ര മനോഹരമായിട്ടാ ഭഗവതി നാരായണീയത്തിൽ വർണ്ണിക്കണം. കൊഞ്ഞന്മാരുടെ സൈന്യം ഈശയിൽ ആശാന്തരോപാകൃത ഗിരിനികരൈ പർവ്വതങ്ങള് കൊണ്ടുവന്നിട്ടിട്ട് സേതുമാധാപ്യം. ആ സമുദ്രം വഴിതരാത്ത സമയത്ത് ഒരു ആഗ്നേയ അസ്ത്രം പ്രയോഗിച്ചു അത്ര രാമൻ. സമുദ്രത്തെ ഒരൊറ്റ അസ്ത്രം കൊണ്ട് വെള്ളം മുഴുവൻ വറ്റിക്കും. അല്ലെങ്കിൽ വഴി തന്നോളൂ. വരുണദേവൻ കാൽക്കൽ വന്ന് വീണ് നമസ്കരിച്ചു എന്നാണ്. അങ്ങനെയാണ് പിന്നെ സേതു ബന്ധിക്കാൻ ബുദ്ധിമുട്ടില്ലാണ്ടായിരുന്നു. അങ്ങനെ സേതു ബന്ധിച്ച് ലങ്കയിലെത്തി. ലങ്കയിലെ സകല ഐശ്വര്യത്തെയും തച്ചൊടച്ച് അവസാനം കുംഭകർണനി തന്നെ ആശ്രയിച്ച വിഭീഷണന്റെ വാക്കുകളിലൂടെ ശത്രുവിന്റെ രഹസ്യങ്ങളൊക്കെ മനസ്സിലാക്കി കുംഭകർണനെ കൊന്ന് രാവണനെ ഇന്ദ്രൻ കൊടുത്തയച്ച തേരിൽ കയറിയിരുന്ന് രാവണന്റെ 10 തലയും മുറിച്ചു കൊന്നു. അങ്ങനെ അശോകവനികളിൽ നിസ്സഹായിട്ട് ഇരിക്കുന്ന സീതാദേവിയാണ് കണ്ടതും താമരപ്പൂ വിടർന്ന പോലെ സീതാദേവിയുടെ മുഖങ്ങൾ വിടർന്നു ഭാഗവതം പറയുന്നത്. എല്ലാം കൊണ്ട് ക്ഷീണിച്ച അവശയായിട്ടുള്ള സീതാദേവി രാമനെ കണ്ടപ്പോ ആ മുഖത്ത് എന്തെന്നില്ലാത്ത പ്രസാദം. അങ്ങനെ അഗ്നിശുദ്ധയാക്കിയിട്ട് സീതാദേവിയെ സ്വീകരിച്ചു. പുഷ്പക വിമാനത്തിൽ കയറി ഇതാ രാമനും സീതയും ലക്ഷ്മണനും വരുന്നുണ്ട് എന്ന് കേട്ടപ്പോ ഭരതൻ ഭക്തിയോടുകൂടി സ്വീകരിച്ച് വസിഷ്ഠാദികളൊക്കെ രാമനെ സ്വീകരിച്ച്
ആ സിംഹാസനത്തിൽ ഇരുത്തി രാജാവാക്കി അഭിഷേകം ചെയ്തു. അങ്ങനെ അനവധികാലം രാമൻ രാജ്യം ഭരിച്ചു. ഏതോ ഒരാള് സീതയെ കുറിച്ച് എന്തോന്ന് പറയുന്നു കേട്ടിട്ട് സീതയെ വാത്മീകിയുടെ ഗേഹത്തിൽ, പൂർണ്ണ ഗർഭിണിയായിട്ടുള്ള സീത വാത്മീകിയുടെ ഗേഹത്തിൽ ഉപേക്ഷിച്ചു. അവിടെ വെച്ച് ലവകുശന്മാർക്ക് ജന്മം കൊടുത്തു സീത. അവരെ രാമായണ കഥ കൂടെ പാടി പഠിപ്പിച്ച് അയോധ്യയിൽ വെച്ച് പാടുമ്പോ തന്റെ പുത്രന്മാരാണ് മനസ്സിലാക്കി സീതയും സ്വീകരിക്കാൻ ഒരുങ്ങിയപ്പോ അമ്മേതൊരു വിളി സീതാദേവി. ആ ഒരു വിളിയില് ഭൂമിദേവി ഭൂമി പുറത്തു കൊടുത്തു. മതിയായി ആ സീതാദേവിക്ക് ജീവിതം. സീതാദേവി അമ്മയുടെ പടിത്തട്ടിലേക്ക് അവർ പോയിരുന്നു. പിന്നെ രാമൻ ലക്ഷ്മണനെ പോലും ഉപേക്ഷിക്കേണ്ടതായിട്ട് വന്നു. ആലോചിച്ചു നോക്കൂ, ബന്ധങ്ങൾ ബന്ധുസ്നേഹം ബന്ധുസ്നേഹം വിജയിക്കാൻ, ബന്ധുസ്നേഹത്തെ ഞാൻ കളഞ്ഞോളാം. അതാണ് രാമൻ മധ്യശിക്ഷണം. മനുഷ്യൻ ബന്ധത്തിൽ അടിമപ്പെട്ട് ദുഃഖങ്ങൾ വലിച്ചുണ്ടാക്കുകയാണ്. എല്ലാ ബന്ധങ്ങളെയും മുറിച്ചു കളയാനാണ് നമുക്ക് പഠിക്കാനുള്ളത്. അതോ മുറിച്ചു കളയാൻ അറിയരുത്, അറിയാണ്ട മുറിഞ്ഞു പോകണം, മുറിഞ്ഞു പോകണം, മുറിക്കാൻ പാടില്ല എന്ന് പറയും. അങ്ങനെ ആ ബന്ധത്തിനൊക്കെ എത്ര അവസ്ഥ ഉള്ളൂ എന്ന് രാമന്റെ ജീവിതത്തിലൂടെ കാണിച്ചു തരുന്നു. അതാണ് രാമായണം. അവസാനം സരയൂ നദിയിൽ ഇറങ്ങി സ്വധാമഗമനം ചെയ്ത രാമന്റെ അത്യത്ഭുത കഥയാണ് 2 അധ്യായത്തിലായിട്ട് വർണ്ണിച്ച്. ഇനി ആ വംശം കൂടി അടുത്ത അധ്യായത്തിൽ യോഗം മഹോദയം ഋഷി ഹൃദയം പുരുഷോ ഹിരണ്യനാഭസ്യ ധ്രുവസന്ധിസ്തതോ ഭവൽ സുദർശനാഥാഗ്രിവർണ്ണശീഘ്രസ്തസ്യ ദർശുത യോധാവാസ്തേ യോഗരിദ്ധകലാവഗ്രാമമർഷിത കലേനന്ദേ സൂര്യവംശം നർത്തം ഭാവേദാപര തസ്മാത് പ്രശ്രുതസ്തസ്യാ സംഗീതസ്യാസ്യാപി അമർഷണം മഹത്വാൻ തത്സുതത്വാൻ വിശ്വസാഭാൻ വജായതാം തദപ്രസേനജിം തസ്മാൻ തക്ഷകോ ഭവിതാ പുനഃ തതോ ബൃഹദ്ബലോ യദ്ധോ വിദ്വാതേ സമലേഖനാം ഏതേയിക്ഷ്വാകുഭൂപാലാദിതാ ശൃണ്വനാഗതാൻ ബൃഹദ്ബലസ്യ ഭവിതാ പുത്രോ നാമ പ്രഹദ്രണം ഗുരുപ്രിയത്തതത്യാവത്സവത്തോ വീക്ഷതി പ്രതിഭ്യോ തതോ വാനോ ദിവാകോ വാഹിനീപതി സഹദേവത്തതോ വീരാ ബൃഹദശോദഭാനുമാൻ പ്രതീകാശോഭാനമതസുപ്രീകോരതത്സുതാ കവിതാമരുദേവാധാ സുനക്ഷത്രോരവൃക്കര തസ്യാന്തരീക്ഷ തത്പുത്ര സുതഭാ തത്ര തദമിത്രതി ബൃഹദ്രാജസ്തുതസ്യാവേകവിഹിതത്വാത്കൃതഞ്ജയ രണഞ്ജയത്വസ്യ സുത സഞ്ജയോ ഭവിതാ തദാ തസ്മാത് ശാക്യോ ദശുദ്ധോ ധാരാകരത്തച്ഛുതസ്പൃത തദപ്രസേനജിത്തത്വാം ക്ഷുദ്രകോ ഭവിതാ തദാ രണകോ ഭവിതാ തസ്മാത് സുരതത്തനയത്തദാ സുമിത്രോ നാമ ദിഷ്ടാന്തായേ പാർഹത്മലാന്വയാം ഇക്ഷ്വാകുണാമയം വംശോ സുമിത്രത്തോ ഭവിഷ്യതി യതസ്ഥം പ്രാപ്യ രാജാനം സംതാം പ്രാപ്സ്യതി വൈ ഖലു. ശ്രീമദ്ഭാഗവതേ മഹാപുരാണേ നമസ്കന്ധേ ദ്വാദശോധ്യായഃ. സർവത്ര ഗോവിന്ദനാമ സങ്കീർത്തനം. ഗോവിന്ദ ഗോവിന്ദ. ഇക്ഷ്വാകുവിന്റെ വംശമാണ് വർണ്ണിച്ച് അതിലെ മൂത്തപുത്രനായിട്ടുള്ള ഭീകുക്ഷിയുടെ വംശം വർണ്ണിച്ചതാൽ ഈ രാമന്റെ കഥ, രാമന്റെ പുത്രന്മാരും ആ വംശം വർണ്ണിച്ച് അവിടെ നിർത്തി. പിന്നെ ഇക്ഷ്വാകുവിന്റെ 2ാമത്തെ പുത്രൻ നിമി രാജ്യം ഭരിച്ചാവുന്നതാണ് സാമന്തനായിട്ട്. അപ്പൊ അദ്ദേഹം ഒരിക്കലും ഒരു യാഗം നടത്തണമെന്ന് വിചാരിച്ചു. അപ്പൊ വസിഷ്ഠൻ ഇന്ദ്രന്റെ യാഗം നടത്താൻ വേണ്ടി പോവാൻ നിൽക്കുക. വസിഷ്ഠനോട് ഇവിടെ തന്റെ യാഗം ചെയ്യണം, തന്റെ കുലഗുരുവാണ് അങ്ങനെ നമ്മൾ പറഞ്ഞു നോക്കി. പക്ഷെ വസിഷ്ഠൻ കൂട്ടാക്കിയില്ല, വസിഷ്ഠൻ പോയി.
അപ്പൊ നിധിയാണെങ്കിലോ എല്ലാ യാഗത്തിനുള്ള ഒരുക്കം കഴിഞ്ഞിട്ടാണ് ആ ഗുരുനാഥനോട് പറയണത്. അപ്പൊ അതിലൂടെ കുറച്ച് ദേഷ്യം വസിച്ചത്. പിന്നെ ഇന്ദ്രന്റെ യാഗം കഴിച്ച് തിരിച്ചു വന്നു. അപ്പൊ ഇവിടെ വേറൊരാളെ കൊണ്ട് യാഗം നടത്തുന്നു. എന്നാ വസിഷ്ഠനെ കാണണം എന്ന് പറഞ്ഞപ്പോ ചെന്ന് കാണാൻ പോയതും ഇല്ലായിരുന്നു. അതിൽ ദേഷ്യം വന്നു. വസിഷ്ഠൻ ശപിച്ചു, നമുക്ക് ശരീരല്ലാണ് പോട്ടെ, ഞാനൊരു അപരാധം ചെയ്തിട്ടില്ലെങ്കിൽ അങ്ങേക്ക് ശരീരല്ലാണ് പോട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ വസിഷ്ഠനും ശരീരല്യാണ്ട് ചെയ്യുന്നു. രണ്ടാൾക്കും ശരീരല്യാണ്ട് പിന്നെ വലിയ തർക്കങ്ങളായി. ഒടുക്കം ബ്രഹ്മാവൻ ഇടപെട്ട് ശരീരം തരാന്ന് പറഞ്ഞു. വസിഷ്ഠന് എങ്ങനെയൊക്കെ മുമ്പുണ്ടായിരുന്നു അതുപോലെ തന്നെ ശരീരം വേണം, ജ്ഞാനം വേണം എന്ന് പറഞ്ഞു. നിമിക്കാണെങ്കിലോ ശരീരേ വേണ്ട, ഞാൻ ജീവജാലങ്ങളുടെ കൺപോളകളിൽ ഇരുന്നോളാം എന്ന് പറഞ്ഞ് അങ്ങനെ അന്ന് മുതൽ നിമി അന്ന് മുതൽ അതിലെ മനുഷ്യരൊക്കെ ഈ നിമേഷങ്ങൾ ഈ കണ്ണിങ്ങനെ പിടിക്കൽ ഉണ്ടാവുന്നത് നിമി ഇരിക്കൊണ്ടാണെന്ന് ഭാഗവതം പറയുന്നു. അങ്ങനെ ആ നിമിയുടെ ചരിത്രമാണ് ശ്രീശുമവാച सर्वत्र गोविंद नाम संकीर्तन
ഗോവിന്ദ ഗോവിന്ദ. ഇനി നമ്മുടെ ചന്ദ്രവംശം വർണ്ണിക്കുകയാണ്. ചന്ദ്രവംശം എങ്ങനെ ആരംഭിച്ചതെന്ന് ആദ്യത്തെ അധ്യായത്തിൽ പറഞ്ഞു. വൈവസ്വതമനുവിന്റെ സന്താനം സ്ത്രീയായിട്ട് ജീവിക്കുന്ന സമയത്ത് ചന്ദ്രന്റെ പുത്രനായിട്ടുള്ള ബുധനെ കാമിച്ചത് അതിലുണ്ടായ പുരൂരവസ് ഉർവശി വിവാഹം കഴിച്ച കഥയാണ് അടുത്ത അധ്യായത്തിൽ വർണ്ണിക്കുന്നത്. അടുത്ത അധ്യായത്തിൽ ആദ്യം ചന്ദ്രന് ബുധൻ ഉണ്ടായത് എങ്ങനെയെന്ന് വർണ്ണിക്കുന്നു. ബൃഹസ്പതിയുടെ പത്നിയായിട്ടുള്ള താരയില് ചന്ദ്രന്റെ വൈഫല്ലേ താര, രോഹിണിയാണ് ചന്ദ്രന്റെ വൈഫ്, താരേനെയാണ്. ബൃഹസ്പതിയുടെ പത്നിയില് ചന്ദ്രനുണ്ടായ പുത്രനാണ് ബുധൻ. അതിനൊക്കെ ദേവാസുര യുദ്ധം പോലും ഉണ്ടായിട്ട് ആ സംഭവത്തിന്റെ അടിസ്ഥാനത്തിൽ അനവധി കാലം ദേവന്മാരും അസുരന്മാരും പക്ഷം പിടിച്ച് ചന്ദ്രന് ഒരു പുറത്ത് ചന്ദ്രനാണ്, ഒരു പുറത്ത് ബൃഹസ്പതി അനുകൂലിക്കുന്ന ദേവന്മാരും. ഇങ്ങനെ ചന്ദ്രനെ അനുകൂലിക്കുക അങ്ങനെയാണല്ലോ. ദേവന്മാരുടെ ഇടയിൽ ഒരാളും രണ്ടാളും തമ്മിൽ തന്നെ ഉണ്ടെങ്കിൽ പക്ഷം പിടിച്ചിട്ട് വരിക ഈ ശത്രുക്കൾ. അങ്ങനെ ദേവാസുര യുദ്ധം പോലും ഉണ്ടായി ഈ ബുദ്ധന്റെ ജന്മത്തിന്റെ പേര് പറഞ്ഞുകൊണ്ടതൊക്കെയാണ്. അങ്ങനെ ബുദ്ധൻ ജനിച്ച കഥ, ചന്ദ്രന്റെ പുത്രനായിട്ട് ജനിച്ച കഥ വിസ്തരിച്ചു പറഞ്ഞ് പുരൂരവസ്, ആ ബുധന്റെ പുത്രൻ, ബുധന് ഇളയിലുണ്ടായ പുത്രനാണ് പുരൂരവസ്. ആ പുരൂരവസിന്റെ അതിസൗന്ദര്യം നരനാരായണ മഹർഷിമാരുടെ തുടയെന്ന് ചളി ഉരുട്ടിണ്ടാക്കിയിട്ടുള്ള ഉർവശിയുടെ സൗന്ദര്യം. ഉർവശിക്ക് മിത്രാവർമ്മമാരുടെ ഒരു ശാപം കിട്ടിയിത്ര, നീ 50 കൊല്ലം ഭൂമിയിൽ പോയിട്ട് ഒരു മനുഷ്യന്റെ ഭാര്യയായി ജീവിക്കാം, അപ്പൊ അറിയാൻ നോക്കാം. അയ്യോ, എനിക്കത് ശാപം മോക്ഷം തരണേന്ന് പറഞ്ഞപ്പോ അത് നീ വിചാരിക്കുന്ന ആളുടെ അടുത്ത് ആളെ ഭർത്താവായിട്ട് സ്വീകരിച്ച് നിനക്ക് വേണമെന്ന് തോന്നുന്ന സമയത്ത് മതിയെന്ന് അവർ ശാപമോക്ഷം കൊടുത്തു. പുരൂരവസന്റെ സൗന്ദര്യം ദേവലോകത്ത് വിസ്തരിച്ച് പറയുന്നത് കേട്ടപ്പോ ഉർവശി ആ ശാപം ഇയാളെ വിവാഹം കഴിച്ച് തീർക്കാൻ വെച്ചു. അങ്ങനെ 2 ആട്ടുകുട്ടികളെ ഇട്ട് കൊണ്ടുവന്ന് വ്യവസ്ഥയ്ക്ക് വെച്ച് ഉർവശി പുരൂരവസനെ വിവാഹം കഴിച്ചു. അതിൽ 6 കുട്ടികൾ ഉണ്ടായിരുന്നാണ്. ആ 6 കുട്ടികൾ ആയുസ്, ശുദ്ധായുസ്, സത്യായുസ്, രയൻ, ജയൻ, വിജയൻ, ഇങ്ങനെ 6 കുട്ടികൾ. ആ കുട്ടികളുടെ വംശം വർണ്ണിക്കുമ്പോഴാണ് പരശുരാമന്റെ ചരിത്രം, പിന്നെ ഭഗവാൻ ശ്രീകൃഷ്ണന്റെ വംശവും, അതുപോലെ പാണ്ഡവന്മാരെ, കൗരവന്മാരെ ഇവരൊക്കെ ഉണ്ടാവുന്നത് അനവധി കഥകളാണ് അതിൽ. ആ ചന്ദ്രവംശം ഇനി വർണ്ണിക്കാം.
സത്യവതിയുടെ പുത്രനായിട്ട് ജമദഗ്നി ജനിച്ചു. ജമദഗ്നിയുടെ പുത്രനായിട്ടാണ് പരശുരാമൻ ജനിക്കുന്നത്. അപ്പത്തെ അമ്മ മാറി കഴിച്ചതുകൊണ്ട് ക്ഷാത്രകുലത്തിൽ വിശ്വാമിത്രൻ ഉണ്ടായി എന്ന് പറഞ്ഞു. അങ്ങനെ ആ പരശുരാമന്റെ അത്യത്ഭുത ചരിത്രം. പരശുരാമൻ ചെറുപ്പത്തിൽ നിന്ന് ഇരിക്കുമ്പോ ഒരിക്കല് കാർത്തികീയാർജുനന്റെ പരശുരാമൻ കൈലാസത്തിൽ പോയിട്ട് മഹാദേവന്റെ ശിഷ്യനായിട്ടാണ് ആയുധവിദ്യയും ശാസ്ത്രങ്ങളൊക്കെ പഠിച്ചു വേഗം അവിടുന്ന് അകൃതപൂർണമിനി എന്നൊരു കൂട്ടുകാരനെ കൂട്ടി അവിടുന്ന് തിരിച്ചു വന്നതാണ്. അങ്ങനെ വന്നിട്ട് കാട്ടിലേക്ക് മുഖ്യമന്ത്രിക്ക് എപ്പോഴും ഊട്ടി നടക്കല. കാട്ടിലേക്ക് പോയ സമയത്താണ് ആശ്രമത്തില് കാർത്തികീയാർജുനൻ വന്നു. ജമദഗ്നി ഗമായിട്ട് സൽക്കരിച്ചു, പൂജ ചെയ്തു. അവിടെ ചെന്നപ്പോ മന്ത്രി ഈ ആശ്രമത്തിൽ എത്ര ഗംഭീരായിട്ട് സദ്യയൊക്കെ ഒരുക്കിയിരുന്നു. അതൊക്കെ അവിടെ ഒരു പശുവിൽ നിന്ന് കണ്ടെടുക്കുക. ആ പശുവിനെ നമുക്ക് ഇവിടെ കൊടുത്താലോ എന്ന് പറഞ്ഞ് പിടിപ്പിച്ച് രാജാവ് ആദ്യം വേണ്ടെന്നൊക്കെ പറഞ്ഞാലും പിന്നെ സമ്മതിച്ചു. മന്ത്രിയുടെ നിർബന്ധ അദ്ദേഹം പോയി കുറിച്ച് കെട്ടിവിട്ടാൻ തുടങ്ങിയപ്പോ പശു സമ്മതിച്ചില്ല. പശു കുട്ടിയെ കിട്ടിയില്ല. കുട്ടിയെ അപഹരിച്ചു കൊണ്ടുപോയി. പരശുരാമൻ പറഞ്ഞു. പരശുരാമൻ കൂട്ടുകാരനെ ഒപ്പം കിട്ടി ചേർന്നു. കൊട്ടാരത്തിൽ ചെന്നിട്ട് യുദ്ധം പ്രഖ്യാപിച്ചു. കാർത്തികീയാർജുനെ ഞോട്ടിയിടയിൽ കൊന്ന ആ പശുക്കുട്ടി കൊണ്ട് പോകുന്നതാണ്. ഇവിടെ വന്ന് ജമദഗ്നി ഇത്രയും തിരിച്ചു തന്നൂല്ലേ രാജാവെന്ന് ചോദിച്ചപ്പോ രാജാവിനെ കൊന്നു തോന്നു. രാജാവിനെ ഒരു ബ്രാഹ്മണൻ കൊല്ലേ, നീ ഇനി തീർത്ഥയാത്ര ചെയ്തിട്ട് വന്നാ മതി. ഇവിടെ ആ പാപം മുഴുവൻ കഴിക്കളാൻ വേഗം പോയി തീർത്ഥയാത്രയൊക്കെ കഴിഞ്ഞ് തിരിച്ചു വന്നതാണ് ആണ് അടുത്ത അധ്യായത്തിൽ പറയുന്നത്. സഹസ്രം ദീയതാം ചുക്കം കന്യായ കുശികാവയം ഇത്യുക്ത തന്മതം ജ്ഞാത്വാ
ീരത്തൃത്വാഗ്നിശ്വര്യാതിശായനം തന്ന ആത്മീയതാഗ്നിഹോത്ര്യാം സാവിലാട സഹേഹയ അഭിധാനീകൃതപാതരാൻ കർത്തുമചോദയൽ തേജമാഹിത്പുണ്യം നിന്നുത്സവത്സാം കലന്തീം പലാൽ അധരാജനിര്യാദേ രാമാശ്രമാഗത ശുദ്ധ്വാദത്തസ്യ ദൗരാത്മ്യം ചക്രോധ അഹിരിവാഹത ഘോരമാതായ പരിശുദ്ധതൂണം ചർമ്മകാർമുണം അന്വതാവതദ്ധർഷോ മൃഗേന്ദ്രൈവയൂധവം തമാവദന്തം മൃഗവര്യമോചസാദനുദ്ധരം പ്രാണവരാശ്വതായുധം അഗ്നീരമാമർത്തരാമേര്യുധം ജടാവർത്തതിശേപുരീമിച്ചൻ അജോദയലഹത്തിരദാക്ഷമത്തികർഗദാശിവാണാർച്ചുതരംഗിരിശക്തിവി അക്ഷൗരിണീ സപ്തദശാലിവീക്ഷണാത്താരാമയേകാ ഭഗവാനസൂതയ യദോ യദോസോ പ്രകൽപരശ്വതോ മനോനിരോജാ പരചക്രസൂദനാം തതസ്തദച്ഛിന്നവിജോരുഗന്ധരാതിവേരുര്യാംഗനസൂതവാഹനാഃ ദൃഷ്ട്വാദസൈന്യം ഹൃദിരൗകകണ്ഠവീരണാതിരേ രാമവിധാനദായകൈ വിരുദ്ധകർമ്മത്വരിതാമവിഗ്രഹം ദിവാലിനം നൈകയാമകംസുഷാ അപാർഗണം പല്ലതരേകവാക്യവന്തനിച്ചുഭാനാന്യവമർത്ഥതന്തരേ രാമായ രാമോസ്ത്രമൃതാം സമഗ്രീ താന്യേകധനുഷ്യുഭി താന്യേകധന്വേഷുഭി ആച്ഛിന്നസമം പുനഃസ്വരത്തേരജലാൻപുരേ വൃദ്ധരംഗ്രിമാൻ ഉത്പക്ഷവേഗാഗമിതാവലോയുധി ഭുജാൻ കുഠാരേണ കഠോരദേവിനാ ചിച്ഛേദ രാമപ്രസവം ത്വമേവ തവാപോരതസ്യ ഗിരേർഷവിവാഹരൻ അതേവിധപുത്രായുധം ദത്രുർഭയാ അഗ്നിഹോത്രിമവാവിത്യാവൻ സാമർഗീയഃ മമവേത്യാസനം മിത്രേവരി കൃഷ്ണാം സമർപ്പയൻ ത്വകർമ്മതത്കൃതം രാമമിത്രേ ഭ്രാതൃഭ്യേവ വർണ്ണയാമാദരത്രുത്വാലമലഗ്നിരഭാഷത രാമ രാമ മഹാഭാവോ ഭവാൻ പാവമകാർഷിൽ അവധീം നരദേവം യൻ സംവദേവമയം വൃഥാ വയം ഹി ബ്രാഹ്മണാസ്താദാക്ഷമയാർഹണതാംഗത യയാ ലോകഗുരുദേവാപാരമേക്ഷമകാത്മദം ക്ഷമയാരോദിതേ ലക്ഷ്മീ ബ്രാഹ്മീ സൗജീ യഥാ പ്രഭ ക്ഷമീണാമാച ഭഗവാൻ തുച്യതേ ഗണീശ്വര ോ ബ്രഹ്മവദാത്ഗുരു തീർത്ഥസംസേവയാ ചാംഭോ യജ്ഞാച്യുതചേതന ശ്രീകൃഷ്ണാർപ്പണമസ്തു. ഇത് ശ്രീമദ് ഭാഗവതേ മഹാപുരാണേ നവമസ്കന്ധേ പഞ്ചദശോധ്യായ. പരശുരാമന്റെ പ്രഭാവം അത്ര കേമാണെന്നാണ്. കാർത്തിവീര്യാർജുനൻ രാവണനെയൊക്കെ പുഷ്പം പോലെ തോൽപ്പിച്ചിട്ടുള്ള ആളാണ് കാർത്തിവീര്യാർജുനൻ. ആ കാർത്തിവീര്യാർജുനെയാണ് നിഷ്പ്രയാസം നിഗ്രഹിച്ചു കൊണ്ടത്. അപ്പൊ ആ പരശുരാമന്റെ തേജസ് എത്ര വരും. ഒരിക്കലും പരശുരാമന്റെ പ്രഭാവം പറഞ്ഞിരിക്കുന്നു. രേണുക, ജമദഗ്നിയുടെ പത്നിയായിട്ടുള്ള രേണുക പുഴയിലേക്ക് കുളിക്കാൻ പോയി. പുഴയിൽ കുളിച്ചുകൊണ്ടിരിക്കുമ്പോ ആകാശത്തു കൂടെ ചിത്രരഥം എന്ന ഗന്ധർവൻ ബോർഡ് കണ്ടിട്ട് സൗന്ദര്യം ഒന്ന് നോക്കി നിന്നു എന്നാണ്. ജമദഗ്നി അപ്പോ മനസ്സിലാക്കി പത്നി വ്യഭിചരിച്ചു. കുളിച്ചു കഴിഞ്ഞിട്ട് വരട്ടെ എന്ന് കാത്തിരുന്നു. കുടി കഴിഞ്ഞിട്ട് വരേണ്ട സമയത്ത് ഏട്ടന്മാരോട് പറഞ്ഞു, അമ്മയെ വധിക്കൂ. പരശുരാമന്റെ ഏട്ടന്മാരൊന്നും കേട്ടില്ല. രാമൻ ഓടി വന്നു. ആ മഴു കൊടുക്കോ, വേഗം മഴു കൊടുത്തു. ആ അമ്മയെ കൊല്ലു, അമ്മയെ കൊല്ലു. ഈ നിരന്ന് നിൽക്കുന്ന ഏട്ടന്മാരെയും കെട്ടിക്കൊന്നോളൂ എന്ന് പറഞ്ഞു. ഒറ്റ വെട്ടിന് ഏട്ടന്മാരെ മുഴുവൻ തലയും പോയി. ആ ചോരിങ്ങനെ ഒൽപ്പിച്ചുകൊണ്ടിരിക്കുന്ന മഴു തൊഴുതു വിളിച്ചുകൊണ്ട് അച്ഛന്റെ മുമ്പിൽ സന്തോഷമായി. ഉണ്ണി ഇങ്ങനെ വേണം, പറഞ്ഞാൽ കേൾക്കണം. ഉണ്ണിക്ക് എന്താ വേണ്ട വരം ചോദിച്ചു. പരശുരാമൻ പറഞ്ഞു, ഇവരൊക്കെ ജീവിക്കണം, ഇവർക്കൊന്നും ഞാൻ ഇങ്ങനെ കൊന്നു എന്ന് അവർക്ക് തോന്നാനും പാടില്ല എന്ന് പറഞ്ഞു. അവരൊക്കെ ജീവിക്കുകയും ചെയ്തു. പരശുരാമനും ജമദഗ്നിയും തമ്മിലുള്ള ബന്ധം അത്ര പ്രഭാവമുള്ള പരശുരാമൻ ഒരിക്കലും കാട്ടിലേക്ക് പോയ സമയത്ത് ഈ കാർത്തിവീര്യാർജുനന്റെ മക്കള് അച്ഛനെ കൊന്ന ദേഷ്യത്തിൽ ആശ്രമത്തിലേക്ക് വന്നു എന്നാണ്. വന്ന് ജമദഗ്നി ഓമിച്ചുകൊണ്ടിരിക്കുമ്പോ അദ്ദേഹത്തിന്റെ കഴുത്താണ് വെട്ടി. രേണുക മാറത്തടിച്ച് കരയണം. ഈ കരച്ചിൽ കേട്ട് പരശുരാമൻ ഓടി വരും. അമ്മയുടെ മാറത്തിനെ വെട്ടിക്കുന്നത് കണ്ടു. 21 തവണ എണ്ണി. അവിടെ വന്നപ്പോഴേക്ക് 21ാമത്തെ തവണ പരശുരാമൻ പിടിച്ചു കഴിഞ്ഞു. എന്തിനാ അമ്മയെ കരയണമെന്ന് നോക്കുമ്പോ ജമദഗ്നി മരിച്ചു കിടക്കുക. യോഗപ്രഭാവം കൊണ്ട് അദ്ദേഹത്തെ ജീവിപ്പിച്ചിട്ട് പ്രതിജ്ഞ ചെയ്തു, ഈ ക്ഷത്രിയന്മാരെ മുഴുവൻ ഈ
ഭൂമിയിലൂടെ 21 തവണ ഞാൻ പ്രദക്ഷിണം വയ്ക്കും. ഭൂമിയെ പ്രദക്ഷിണം വയ്ക്കും. അപ്പൊ കണ്ണിൽ കാണുന്ന ക്ഷത്രിയന്മാരെ മുഴുവൻ കൊന്നൊടുക്കുന്ന പ്രതിജ്ഞ ചെയ്തു. അതുപോലെ ചെയ്യുകയും ചെയ്തു. ക്ഷത്രിയന്മാരുടെ ശരീരം കൂട്ടിയിട്ട് കൊടുക്കുന്ന ചോര ഒഴുകി കുളങ്ങൾ 5 ഉണ്ടായിത്ര. ആ 5 കുളങ്ങൾ സമന്ത പഞ്ചക തീർത്ഥം എന്നാക്കി മാറ്റി എന്നാണ് പരശുരാമൻ. അത്ര പ്രഭാവമുള്ള ആളാണ് പരശുരാമൻ എന്ന് അടുത്ത അധ്യായത്തിൽ കൂടിയായിട്ട് വർണ്ണിച്ചു. നമോ ഭഗവതേ വാസുദേവായ. ഷോഡശോധ്യായ ശ്രീശുകൗവാച പിതൃവശിഷ്ടോ രാമസ്തഭേദി ഗുരുനന്ദന സംവത്സരം ദീർഘാപ്രാപ്തിരിത്വം ആശ്രമാവ്രജൽ പദാചര്യേണുകയാതാഗന്ധായ പത്മവാന ഗന്ധർവരാജന്യേണുസ്രോഭ്യ അവശ്യത ലോകേന്ദ്രേ ക്രീഡന്തമുദഗാത്രം നദീംഗതാപമവിരാമസസ്മാരിതി ചിത്രരഥസ്പൃഹ ആയാത്യന്തമിലോക്യമേ ശാവിചിന്തിത ആഗതസന്തസ്തുപ്രോഭായ കൃതാഞ്ജലി വിഭജാനമനുജ്ഞാതോപജ്ഞാ പ്രഭുതോ പ്രവിഘ്നതൈനാം പുത്രകാഹ പാപമിതുപദാസ്തിന ചക്രിതേ രാമസഞ്ജീവിതപുത്രപ്രാതുർമാത്രാ സഹാവധി സ്വഭാവജ്ഞോ മേ സമിസ്മാധേ സവസസ്യഃ ബാക്കി ഭാഗം കൂടി